പെരിയാറിലെ മത്സ്യക്കുട്ടക്കുരുതിയിൽ വെള്ളത്തിൽ അമോണിയയുടെയും സൾഫൈഡിന്റെയും സാന്നിധ്യം കുഫോസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ. അരുൺ ശങ്കർ നൽകും വിവരങ്ങൾ. അരുൺ, നാടിനെ നടുക്കിയ ആ സംഭവത്തിൽ എന്താണ് ഇപ്പോൾ കുഫോസിന്റെ പരിശോധനയിലും പരീക്ഷണത്തിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്? പെരിയാറിലെ മത്സ്യക്കൂട്ടക്കുരുതിയുടെ കാരണം അമോണിയം സൾഫൈഡുമാണെന്നുള്ളതാണ് ഇപ്പോൾ കുഫോസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുഫോസ് പെരിയാറിൽ നിന്ന് വെള്ളം ശേഖരിച്ചിരുന്നു. ആ വെള്ളം പരിശോധിച്ചിട്ടാണ് ഇപ്പോൾ അമോണിയയുടെയും സൾഫൈഡിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് അപകടകരമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളത്തിൽ ഓക്സിജന്റെ സാന്നിധ്യവും കുറവായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ അമോണിയയും സൾഫൈഡും എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധന വേണമെന്നാണ് സർവകലാശാല അറിയിച്ചിരിക്കുന്നത്. കാരണം ജൈവമാലിന്യത്തിൽ നിന്നും രാസമാലിന്യത്തിൽ നിന്നും ഇവ രണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ PCBയോട് ഈ പ്രദേശത്തെ വ്യവസായശാലകളുടെ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഓരോ വ്യവസായശാലകളും ഉണ്ടാക്കുന്ന മലിനീകരണം ഏതൊക്കെ തരത്തിലാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കുഫോസിന് PCB നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കുഫോസ് സംഘം വ്യവസായശാലകൾ സന്ദർശിച്ച് തെളിവെടുക്കും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എവിടെ നിന്നാണ് ഈ രാസമാലിന്യം അല്ലെങ്കിൽ ജൈവമാലിന്യം അരുൺ ശങ്കറാണ് ഇപ്പോൾ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.